ചരിത്രം സൃഷ്ടിച്ച് സ്ത്രീകൾ. ശബരിമലയിൽ 2 യുവതികൾ പ്രവേശിച്ചിരിക്കുന്നു. കനകദുർഗയും ബിന്ദുവുമാണ് ഇന്ന് പ്രവേശിച്ചത്. 3:45 അവർ ദർശനം നടത്തിയത്. പുതുവർഷത്തിൽ പുതുചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ആ 2 യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വലിയൊരു ചരിത്ര സംഭവം എന്ന് വിശേഷിപ്പിക്കാം. സോഷ്യൽ മീഡിയയിൽ പടരുന്ന ഒരു വാക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. മല ഇടിഞ്ഞില്ല, പുലി പിടിച്ചില്ല, പ്രളയം വന്നില്ല, വന്നു കണ്ടു തൊഴുതു, കാലം സാക്ഷി, ചരിത്രം സാക്ഷി. വിറളിപ്പൂണ്ട സംഘപരിവാർ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം. വിവരങ്ങളുമായി ഇപ്പോൾ AK ബാലൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഇവിടെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഏതു സ്ത്രീക്കും അവരുടെ പൗരാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് അമ്പലത്തിലും പ്രായവ്യത്യാസമന്യേ കയറുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സെപ്റ്റംബർ 28 കോടതി വിധിയെ തുടർന്ന് പ്രായവ്യത്യാസമന്യേ ശബരിമലയിലും കയറാം എന്ന് പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ആർബിട്രറി തീരുമാനം ഏകപക്ഷീയമായി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടേ ഇല്ല. അത് പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇന്നലെ നടന്ന ഒരു ചരിത്ര സംഭവത്തെ തുടർന്ന് കേരളീയ സമൂഹം, പൊതുവിൽ വിശ്വാസികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം, ഗവൺമെന്റിനോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. മാത്രവുമല്ല, ഗവൺമെന്റിനെതിരായി നിൽക്കുന്ന നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിക്കെതിരായ നിലപാടെടുത്ത പലരും മാറി ചിന്തിക്കാനും തുടങ്ങി. ഒരു ഐതിഹാസികമായ ഒരു സംഭവം ഇന്നലെ നടന്നിട്ട് അതിനോട് വനിതകൾ സഹകരിച്ചില്ല എന്ന് പ്രകടമായി സാധാരണ നിലയിൽ സ്വബോധത്തിൽ പറയാൻ പറ്റില്ല. ആ തലത്തിൽ വരെ എത്തിക്കഴിഞ്ഞു. ജനലക്ഷങ്ങൾ പങ്കെടുത്ത ഒരു പ്രതിഷേധത്തിന്റെ പ്രതീകാത്മകമായ, ലോകം ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവത്തിൽ അണിചേർന്ന വിശ്വാസികളായിട്ടുള്ള വനിതകളെ അടക്കം പരിഹസിക്കുന്നതാണ് ഇന്ന് നടത്തിയിട്ടുള്ള, ഇന്ന് പത്രങ്ങളിൽ വന്ന പരാമർശം. അതിന്റെ തുടർച്ചയാണ് ഞങ്ങൾ ചതി കാണിച്ചു എന്ന പ്രയോഗം. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താ? അതിന്റെ അടിസ്ഥാനം ഇപ്പോ തന്ത്രി നട അടച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ പരിമിതമായ നിയമബോധം വെച്ചുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് തന്ത്രി ചെയ്തത്, കോടതി വിധിക്കെതിരാണ്. ഒരു രൂപത്തിലും തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആ രൂപത്തിലുള്ള ഒരു സമീപനം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. കോടതി വിധിയെ, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ ശുദ്ധികലശം നടത്തി ശുചീകരിക്കാൻ പറ്റും എന്ന് നിയമവ്യവസ്ഥയോട് കൂറുള്ള ഒരാൾക്കും പറയാൻ സാധിക്കില്ല. അപ്പൊ നട അടക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത് സുപ്രീം കോടതി വിധിക്കെതിരാണ്, അതിനെതിരായിട്ടുള്ള നടപടിയുമാണ്. പിന്നെ തന്ത്രിക്ക് ഏകപക്ഷീയമായി നട അടക്കാൻ കഴിയില്ല എന്നുള്ളത് ട്രാവൻകൂർ മാനുവൽ വായിച്ചാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് അദ്ദേഹം പോയത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ കോടതി അലക്ഷ്യമാണ്.
എൻ്റെ അഭിപ്രായ പ്രകാരം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ സങ്കീർണമായ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള അവസ്ഥയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പം 2 റോൾ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുമായിരുന്നു. ഒന്ന്, സുപ്രീം കോടതി വിധിയെ മാനിക്കുക, മാനിച്ചുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള ആചാരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വറുതിയിൽ വരുന്ന അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നടപടികൾ സ്വീകരിക്കാം. ശുദ്ധീകരണം മാത്രമല്ല, ബാക്കി എന്തും സ്വീകരിക്കാം. അപ്പൊ 2 റോൾ അദ്ദേഹം എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇപ്പോ സ്വീകരിച്ച ഈ സമീപനം റിവ്യൂ പെറ്റീഷന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ സിവിൽ റൈറ്റ് സംരക്ഷിക്കാൻ വേണ്ടി അവര് അമ്പലത്തിലേക്ക് പോകില്ലേ? അമ്പലത്തിൽ പോകുമ്പോ നട അടക്കുക, എന്നിട്ട് ശുദ്ധികലശം നടത്തുക. അപ്പൊ പിന്നെ ശുദ്ധികലശം നടത്താൻ മാത്രമല്ലേ സമയം ഉണ്ടാവും. അത് അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു രൂപത്തിലും നിയമപരമായി അദ്ദേഹത്തിന്റെ നടപടി സാധൂകരിക്കാൻ പറ്റില്ല. ഈ ദിശയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഈ രൂപത്തിൽ തന്നെ സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ത്രി എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തന്ത്രിയുടെ നിലപാട് നിരാശാജനകമാണെന്നും അദ്ദേഹം ചെയ്തത് തെറ്റായ കാര്യമാണെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതേസമയം വിറളി പൂണ്ട സംഘപരിവാർ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം. വിവരങ്ങളുമായി റിനു ചേരുന്നുണ്ട്. റിനു, മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടന്നിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ. ഇപ്പോൾ എങ്ങനെയാണ് ജില്ലയിൽ കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോഴും അക്രമം അഴിച്ചുവിടുകയാണോ സംഘപരിവാർ? രാഹുൽ ഇപ്പം വരും. പ്രിയ, ശബരിമലയിൽ യുവതികൾ സുപ്രീം കോടതി വിധി അനുസരിച്ച് പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം ജില്ലയിൽ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് സംഘപരിവാർ സംഘടനകൾ അഴിച്ചുവിടുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഞാനുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാധ്യമ പ്രവർത്തകരെ പോലെ, നായ്ക്കളെ പോലെ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ന്യൂസ് 18 ക്യാമറാമാൻ സന്തോഷിന് ക്രൂരമായ മർദ്ദനമേറ്റു. ഒപ്പം ഞങ്ങളുടെ പീപ്പിൾസ് TV ക്യാമറ വുമൺ ഷാജിലേക്ക് മർദ്ദനമേറ്റു. വലിച്ച് ഒരു യുവതിയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ വലിച്ച് താഴെയിട്ട് ക്യാമറ നശിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടന്നു. ക്യാമറ വിട്ടുകൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചു തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവറുടെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി തല്ലിപ്പൊട്ടിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം മാതൃഭൂമിയുടെ ക്യാമറ അടിച്ചു പൊട്ടിക്കുന്ന ഒരു സാഹചര്യം. മീഡിയ വണ്ണിന്റെ ക്യാമറാമാനെ മർദ്ദിക്കുന്ന സാഹചര്യം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമം തന്നെയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് രാവിലെ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഒരു മണിക്കൂർ ഇറങ്ങുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആക്രോശങ്ങളോടുകൂടി വാഹനത്തിനടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം സെക്രട്ടേറിയറ്റിന് ഉള്ളിലേക്ക് 5 അംഗ യുവതികൾ കടന്നുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ന്യൂസ് 18 സംഘം അവിടെ എത്തിയത്. ഈ ക്യാമറാമാനെ മുഖത്ത് മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. RSS സംഘങ്ങൾ അവർ തന്നെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിടുന്നത്. പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. ഒപ്പം മാധ്യമങ്ങളും എല്ലാം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് മർദ്ദിച്ച സംഘങ്ങളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവരാരും തന്നെ ഇപ്പോൾ ഈ പ്രതിഷേധിച്ചിരിക്കുന്നവരിലില്ല. ആ ഒരു സംഘം ഇവിടെ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് മറ്റ് ഒരു 100ഓളം വരുന്ന സംഘങ്ങൾ ഇവിടെ തടിച്ചുകൂടിക്കൊണ്ട് അക്രമം അഴിച്ചുവിടുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്യുകയാണ്. ഒപ്പം സെക്രട്ടേറിയറ്റിലേക്ക് കടന്ന് അക്രമം നടത്താൻ ശ്രമിച്ച 5 യുവതികളെ യുവമോർച്ചയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള 5 യുവതികളെ കണ്ടോൺമെന്റ് വനിതാ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അവർ അവിടെയാണുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം നെയ്യാറ്റിൻകരയിൽ റോഡ് ഉപരോധം നടത്തുന്നു. അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ, ഒപ്പം കാട്ടാക്കട, കിള്ളിയിൽ വലിയ രീതിയിലുള്ള റോഡ് ഉപരോധവും അക്രമവും അഴിച്ചുവിടുന്നു. ഒരു വാഹനങ്ങൾ പോലും കടത്തിവിടാനുള്ള സാഹചര്യമില്ല. വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നുള്ളൊരു സൂചനയാണ്. ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ മാധ്യമപ്രവർത്തകരെ, വനിതാ മാധ്യമപ്രവർത്തകരെ
വരെ ഓട്ടിച്ചിട്ട് തല്ലുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ തിരുവനന്തപുരത്തെ സാഹചര്യം. പ്രിയ, റിനു, ആദ്യം പ്രശ്നം ഉടലെടുത്തത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി.ജെ.പി സമരപന്തലിന് മുൻപിലാണ്. അവിടാണ് ബി.ജെ.പി നേതാക്കളുടെ പ്രതികരണം എടുക്കാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത്. അവിടേക്ക് ഈ സമരപന്തലിലേക്ക് കൂടുതൽ അടികൾ എത്തുന്ന ഒരു സ്ഥിതിയാണോ ഉള്ളത്? ഈ സമരപന്തലിലുള്ള നേതാക്കളുടെ ആരുടെയെങ്കിലും പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? രാവിലെ 11:30യോടുകൂടി ബി.ജെ.പി നേതാവ് എം.ടി. രമേശിന്റെ വാർത്താ സമ്മേളനം, അതായത് മാധ്യമങ്ങളെ കാണുമെന്ന് ബി.ജെ.പിയുടെ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ സംഘങ്ങളെല്ലാം തന്നെ ഈ സമരപന്തലിന് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരപന്തലിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. അവിടെ ഈ പ്രതികരണം ആരാഞ്ഞതിന് ശേഷമാണ് വാഹനങ്ങൾ തടയുകയും ഒപ്പം വലിയ രീതിയിലുള്ള ഒരു അക്രമം ഈ സമരപന്തലിന് മുന്നിലേക്ക് അയച്ചുവിടുകയും ചെയ്തത്. തുടർന്നാണ് മാധ്യമങ്ങൾ അത് പകർത്തുവാൻ വേണ്ടി ചെന്നപ്പോഴാണ് പകർത്താൻ പാടില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് നമ്മുടെ ക്യാമറ വുമൺ ഷാജിലയെ നീ ആരുടെ ഇത് പകർത്തിയാൽ കൊന്നുകളയുമെന്നുള്ള ഒരു ആക്രോശത്തോടു കൂടി ക്യാമറ പിടിച്ചു വാങ്ങാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഒപ്പം സെക്രട്ടേറിയറ്റിന് ഉള്ളിലേക്ക് കടന്ന സ്ത്രീകളുടെ വിഷലെടുക്കാൻ ശ്രമിച്ച ന്യൂസ് 18 വാർത്താ സംഘത്തെയാണ് ക്രൂരമായി അവിടേക്ക് തല്ലിച്ചതച്ചത്. അതായത് ഇവരോടൊപ്പം വാർത്താ സംഘത്തിനൊപ്പം കടന്നു കയറിയ സംഘപരിവാർ സംഘടനയുടെ പ്രതിനിധികളെ പോലീസ് തടയുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങൾ. ആ സാഹചര്യത്തിൽ ഒപ്പമുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അവർ മാധ്യമപ്രവർത്തകർ അല്ല എന്ന് പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് അത്തരത്തിൽ സെക്രട്ടേറിയറ്റിന്റെ കവാടത്തിനുള്ളിൽ വെച്ച് ക്രൂരമായി വർദ്ധിച്ചത്. ഇത്തരത്തിൽ ഇവരെ അക്രമത്തിന് സഹായിക്കാതെ കൃത്യമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മാധ്യമങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ്, മാതൃഭൂമി, കൈരളി എവിടെയെന്ന് ഉറക്കെ ചോദിച്ചുകൊണ്ടാണ് ഓരോ മാധ്യമ പ്രവർത്തകരെയും തിരഞ്ഞു പിടിച്ച് ഇവർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇപ്പോൾ ഏകദേശം 100-150ഓളം സംഘപരിവാർ പ്രവർത്തകരാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇവർ ഫോൺ വഴി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേര് ഇവിടേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം നടത്തുന്നുണ്ട്. അവർ പരസ്പരം അവർ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടേക്ക് എത്തണം എന്നുള്ള ഒരു ഇത്ര പേരെ ഉള്ളൂ എന്നുള്ള ഒരു സംശയം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. അവർ റോഡ് ഉപരോധിക്കുക മാത്രമാണ് നിലവിൽ ചെയ്യുന്നത്. റിനു, എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കേരളം മുഴുവൻ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, വ്യാപകമായ അക്രമം അഴിച്ചുവിടുക, ഇത് തന്നെയാണോ ഇവരുടെ ഉദ്ദേശം? വരും സമയങ്ങളിലെ കാഴ്ച കണ്ടാൽ പ്രിയ നമുക്ക് അത് തന്നെ സൂചിപ്പിക്കേണ്ടിയിരിക്കും. കാരണം രാവിലെ ഇത്തരത്തിലൊരു വാർത്ത, യുവതികൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ പ്രദേശങ്ങളിൽ റോഡ് ഉപരോധിക്കുകയും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയുമാണ് ചെയ്യുന്നത്. നമുക്കറിയാം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 ഹർത്താലുകൾ ഇവർ തുടരെ നടത്തുകയുണ്ടായി. ഈ 5 ഹർത്താലുകളും പൂർണ്ണമായി പൊളിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഹർത്താൽ എന്ന് പറയുന്ന ഒരു സൂചന അതിലേക്ക് പോകാതെ ഇത്തരത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് അക്രമങ്ങൾ വിട്ടുകൊണ്ട് ഒരു വർഗീയത സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവർ സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്നത്. എന്നാൽ പോലീസ് ജാഗ്രതയോടുകൂടി കൃത്യമായി തന്നെ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഓരോ സ്ഥലത്തും കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കണ്ടോൺമെന്റ് വനിതാ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പോലീസ് സംഘമുണ്ട്. ഒപ്പം സെക്രട്ടേറിയറ്റിലെ സമരപന്തലിന് മുൻവശം പോലീസുണ്ട്. ഇത്തരത്തിൽ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും രാവിലെ ഇത്തരത്തിൽ വലിയ ഒരു അക്രമത്തിലേക്ക് ഇവർ പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സംഘം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു മുൻകരുതലും മുന്നറിയിപ്പും ഉണ്ടാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോലീസിന് പോകാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ ഒരു ഇടപെടലിൽ, പോലീസിന്റെ ഒരു കരുതലിൽ തന്നെയാണ് ഇവർ പ്രതിഷേധം ചെയ്യുന്നത് എന്നാണ്. എന്തായാലും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഇപ്പോൾ ഈ സമയത്തിലില്ല. ഇവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡ് ഉപരോധിച്ച് വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമാണ്. വലിയ രീതിയിലുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. സംസ്ഥാനത്ത് വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു കേരളത്തെ ഭ്രാന്താലയമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരുടെ ഒരു പ്രവർത്തനം എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കും. അത്തരം ഒരു അക്രമമാണ്. കാരണം അവരുടെ ജോലി നിർവഹിക്കുവാൻ വേണ്ടി എത്തിയ മാധ്യമ പ്രവർത്തകരെ പോലും ഓടിച്ചിട്ട് തിരഞ്ഞുപിടിച്ച് തല്ലുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ അപകടം പറ്റിയവർ, മർദ്ദനമേറ്റവർ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. തുടർന്ന് നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ശരി, റിനുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ കൊല്ലത്തും RSS പ്രവർത്തകരുടെ പരക്കെ അക്രമമാണ് ഉണ്ടായിരിക്കുന്നത്. ദേശീയപാത ഉപരോധിച്ച് അക്രമികൾ രംഗത്തെത്തിയിരിക്കുന്നു. കടകൾ അടപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അവർ നോക്കിയത്. ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കടകൾ അടച്ചിടണമെന്ന് വ്യാപാരികളോട് പറയുകയും വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പഴക്കടകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ എടുത്തെറിയാനുള്ള ശ്രമവും ഉണ്ടായിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ വ്യാപകമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ.
വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടാനാണ് ജില്ലയിലും ഇത്തരത്തിൽ BJP പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ് കൊല്ലത്ത് നിന്നും. രാജ്കുമാർ, കൊല്ലത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോഴും കൊല്ലത്ത് പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും കടകൾ അടപ്പിക്കുന്നു. വാഹനങ്ങൾ ചെറിയ തോതിൽ തടയാനും ശ്രമിക്കുന്നുണ്ട്. പോലീസും സുരക്ഷ ഒരുക്കുന്നുണ്ട്. അതേസമയം കൊട്ടാരക്കരയിൽ അടപ്പിച്ച കടകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലെത്തി തുറപ്പിക്കുന്ന ഒരു ശ്രദ്ധേയമായ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അടപ്പിച്ച RSS പ്രവർത്തകർ അടപ്പിച്ച കടകൾ അവർ തുറപ്പിക്കുകയാണ്. ഒരു കാരണവശാലും ഹർത്താലുമായി സഹകരിക്കില്ല എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അതേസമയം കൊല്ലം പട്ടാഴി ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അവിടെ ഫയലുകളും മറ്റും ഓഫീസ് ഉപകരണങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. നടത്താനിരുന്ന യുവാ പാർട്ടി പോലും അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇത് ക്ഷേത്രത്തിലും ദേവസ്വം ബോർഡ് ഓഫീസ് RSS പ്രവർത്തകർ കൂട്ടുകയും ചെയ്തു. ക്ഷേത്രങ്ങളിലുള്ള ദേവസ്വം ബോർഡിന്റെ ഓഫീസുകൾക്ക് നേരെയും വ്യാപകമായ ആക്രമണവും അത് കൂട്ടിയിടുന്ന സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്കുമാർ, ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്ന സ്ഥിതിയാണോ ഇപ്പോൾ ഉള്ളത്? ഇത്തരത്തിൽ വഴി നീളെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയിൽ. കരിക്കോട് ദേശീയപാതയിലും കൊല്ലം ചെങ്കോട്ടേരി ദേശീയപാതയിലും അതുപോലെ കൊല്ലം എറണാകുളം ദേശീയപാതയിലും മറ്റും ഇതേ സമാന സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. കൊല്ലം ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളിലും RSS പ്രവർത്തകരുടെ പ്രകടനങ്ങൾ ഇപ്പോൾ നടക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഭീഷണിപ്പെടുത്തി കടകൾ അടപ്പിക്കുകയാണ്. 48 മണിക്കൂർ നേരത്തേക്ക് കടകൾ തുറക്കരുത് എന്നാണ് RSSന്റെ തിട്ടൂരം. ഇത് ലംഘിക്കുന്ന അല്ലെങ്കിൽ അത് വകവയ്ക്കാതെ ഇരിക്കുന്ന കടകൾക്ക് നേരെയാണ് RSS പ്രവർത്തകരുടെ ആക്രമണവും കല്ലേറും വധഭീഷണിയും. ഇപ്പോൾ ഇത് പോലീസ് സുരക്ഷ ഒരുക്കുന്നുണ്ടെങ്കിലും വൻതോതിലുള്ള RSS പ്രവർത്തകരാണ് ഇറങ്ങി ഇപ്പോൾ ഒരു അക്രമ ഭീഷണി ഉയർത്തുകയും അത് കടകൾ അടപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നിലവിലെ സ്ഥിതി അനുസരിച്ചാണെങ്കിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തേണ്ട അവസ്ഥയാണോ ഉള്ളത്? പോലീസ് യാതൊരു പ്രകോപനത്തിനും പോകുന്നില്ല. ഏതെങ്കിലും കടകളിൽ ബലപ്രയോഗം നടത്തിയാൽ അത് നേരിടാൻ മാത്രമാണ് പോലീസിന്റെ തീരുമാനം. പോലീസ് ഉദ്യോഗസ്ഥർ DYSP SCP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്ന എല്ലാ പ്രകടനങ്ങളുടെയും മുന്നിലായിട്ടുണ്ട്. അവിടെ ഈ സുരക്ഷ, പൊതുജനങ്ങൾക്കുള്ള സുരക്ഷ, പൊതുമുതലിനുള്ള സുരക്ഷ ഇത് ഒരുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരു സ്വകാര്യ വാഹനം കാവനാട് വെച്ച് ഒരു സ്വകാര്യ വ്യക്തിയുടെ വാഹനം വേഗതയിൽ പോകാനായിട്ട് ആശുപത്രിയിലേക്ക് പോകാൻ വന്ന വാഹനം ഇവർ തടയുകയും അസഭ്യം പറയുകയും ചെയ്തു. അയാൾ തിരികെ അസഭ്യം പറഞ്ഞപ്പോൾ ഇവർ വാഹനത്തിലേക്ക് ഓങ്ങി അടിക്കുകയും അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കാനും ശ്രമിച്ചു. പോലീസ് എത്തിയാണ് ആ കാറിൽ വന്ന യാത്രക്കാരെ മോചിപ്പിച്ച് അവിടെ നിന്ന് യാത്രയാക്കി വിട്ടത്. ഇങ്ങനെയാണ് RSSന്റെ ഈ ഭീഷണികളും മറ്റും അവർ നടത്തുന്നതും ഈ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നതും. തീർച്ചയായും കൊല്ലം ജില്ലയിൽ വ്യാപകമായ രീതിയിലുള്ള അക്രമമാണ് ഇപ്പോൾ BJP പ്രവർത്തകർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. കടകൾ അടപ്പിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, BJP പ്രവർത്തകർ അടപ്പിച്ച കടകൾ വ്യാപാര വ്യവസായ സമിതി അവർ തുറന്നിരിക്കുന്നു എന്നതുള്ളതാണ്. തങ്ങൾക്ക് കട അടച്ചിടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കട തുറന്നിരിക്കുന്നു ചില കടയുടമകൾ. അത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അഴിച്ചുവിടാൻ അവർ ശ്രമിക്കുന്നു. ദേശീയപാതയിലൊക്കെ BJP പ്രവർത്തകർ കൂടിയിരിക്കുന്നു. ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന സ്ഥിതി. പട്ടാഴിയിലെ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇത്തരത്തിലാണ് കൊല്ലം ജില്ലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇടവേള. ശബരിമല ദർശനത്തിനിടെ ഭക്തരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ലെന്ന് ദർശനം നടത്തിയ ബിന്ദു. ഒരു പ്രശ്നവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പമ്പയിലെത്തിയ ശേഷമാണ് പോലീസിനോട് സുരക്ഷ ആവശ്യപ്പെട്ടത്. അവർ സുരക്ഷയൊരുക്കി. പുലർച്ചെ 3:45 ദർശനം നടത്തിയതെന്നും ഈ സമയത്തൊന്നും ഒരു ഭക്തനും പ്രതിഷേധിച്ചില്ലെന്നും ബിന്ദു പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഞങ്ങളുടെ ദർശനം ആഗ്രഹിക്കുന്ന വേറെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഭക്തന്മാരുടെ ഇടയിൽ നിന്ന് യാതൊരു പ്രശ്നവും ഭീഷണിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ശബരിമല നട അടച്ച തന്ത്രിയുടെ നടപടി ഗൌരവമായി കാണണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. നട അടച്ചത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും കോടിയേരി പറഞ്ഞു. സ്ത്രീകൾ പ്രവേശിച്ചത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ഇപ്പോൾ അവിടെ നടയടച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നടയടച്ച നടപടി സുപ്രീം കോടതി വിധിയുടെ നഗ്നമായുള്ള ലംഘനമാണ്. ഇത് സുപ്രീം കോടതിയെ വെല്ലുവിളിക്കലാണ്. ജുഡീഷ്യറിയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലപാടാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത്തരമൊരു നടപടി സ്വീകരിച്ചത് സംബന്ധിച്ച് കോടതിയലക്ഷ്യ നടപടിക്ക് അദ്ദേഹത്തെ വിധേയമാക്കേണ്ട വിധത്തിലുള്ള കുറ്റമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ നടപടി സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഗൗരവമായി ഇടപെടുകയും
നിയമപരമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും വേണം. നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന അവസ്ഥ ആരെയും അനുവദിക്കാൻ പാടില്ല. ഇത് നടപ്പാക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സുപ്രീം കോടതി വിധി ലംഘിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് എന്തിൻ്റെ പേരിലാണ് തന്ത്രി ചെയ്തത് എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. സുപ്രീം കോടതി തന്നെ ഇത് പരിശോധിക്കണം. ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള മേൽനോട്ട സമിതി ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം. സ്ത്രീകൾ ദർശനം നടത്തിയതിൽ അത്ഭുതമില്ലെന്ന് മന്ത്രി എ കെ ബാലൻ. സുപ്രീംകോടതി വിധി പ്രകാരം അവർക്കുള്ള അവകാശമാണത്. യുവതികളെ ശബരിമലയിൽ കയറ്റുന്നത് സർക്കാരിന്റെ അജണ്ടയല്ല. മല കയറാൻ സ്ത്രീകൾ വന്നാൽ തുടർന്നും സുരക്ഷ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിലിപ്പോ എന്തെങ്കിലും ഒരു പ്രത്യേകതയോ എന്തെങ്കിലും ഒരു മഹാത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല. 2 സ്ത്രീകൾ കയറിയിട്ടുണ്ട്. മുമ്പ് കയറാൻ ശ്രമിച്ച 2 സ്ത്രീകൾ കയറിയിട്ടുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇപ്പൊ സമ്മതിച്ചിട്ടുണ്ട്. അവർക്ക് പോലീസ് സംരക്ഷണവും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ കോടതി വിധി ഉണ്ടായതിനു ശേഷം ഇതേ നടപടികളാണല്ലോ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെ ഇന്നലെ സംഘടിപ്പിച്ചിട്ടുള്ള മനുഷ്യമതില് അതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് 10 വയസ്സിൻ്റെയും 50 വയസ്സിൻ്റെയും ഇടയിലുള്ള സ്ത്രീകൾ നാളെ മുതൽ സന്നിധാനത്തിലേക്ക് പോകണമെന്ന് ഞങ്ങളാരും ആഹ്വാനം ചെയ്തിട്ടില്ല. സുപ്രീം കോടതി വിധിക്ക് ശേഷവും ഞങ്ങളാരും 10 വയസ്സിൻ്റെയും 50 വയസ്സിൻ്റെയും ഇടയിലുള്ള സ്ത്രീകൾ അമ്പലത്തിൽ കയറണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ചരിത്രമെഴുതി യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചു. കനകദുർഗ, ബിന്ദു എന്നിവരാണ് ശബരിമലയിൽ പ്രവേശിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടു. ഇന്നലെ രാത്രി 12:30 പമ്പയിൽ നിന്നും മുകളിലേക്ക് കയറി ഇവർ 3:45 തൊഴുത് 4:30 മടങ്ങിയത്. അതേസമയം നട അടച്ച് തന്ത്രി ശുദ്ധിക്രിയ ചെയ്തു. ശേഷം നട തുറന്ന് ദർശനം പുനരാരംഭിച്ചു. വിവരങ്ങളുമായി ഗീവർഗീസ് ചേരുകയാണ്. ഗീവർഗീസ്, എന്തായാലും ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. കനകദുർഗയും ബിന്ദുവും ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടി അത് തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തത്. അദ്ദേഹം ശുദ്ധിക്രിയ നടത്തിയിരിക്കുന്നു. ഇവർ ആചാര ലംഘനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. ഇപ്പോൾ ഗീവർഗീസ് സന്നിധാനത്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം എന്താണ്? രാവിലെ 3:45 കനകദുർഗയും ബിന്ദുവും ശബരിമല സന്നിധാനത്ത് എത്തി ദർശനം നടത്തിയത്. തുടർന്ന് രാവിലെയോടുകൂടിയാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തറിയുന്നത് തന്നെ. ഇതോടൊപ്പം തന്നെ ആദ്യം ഒരു സ്ഥിരീകരണം ഇതിനുണ്ടായിരുന്നില്ല. ദയവായി തുടരുക. ഇപ്പോൾ ബൃന്ദ കാരാട്ട് പ്രതികരിക്കുകയാണ്. And today it is extremely unfortunate that in the 21st century openly they are practicing so-called purification ceremonies. The government of Kerala is implementing the Supreme Court judgment. The Supreme Court has held any ban on the entry of women into temples, including the Sabrimala temple, is unconstitutional. Therefore, clearly, this purification ceremony is unconstitutional and illegal. And I would say that Kerala is known all over India as the first post of progressive values and social reform. And for forces in Kerala, combine now the BJP and the Congress coming together for narrow political ends to push Kerala backwards. It is insulting to Kerala and it is insulting to women all over India. Are we impure? That if we go somewhere the place needs to be purified. This is what they have done to the untouchables, to the Dalits, and this is now what they are extending also to women. I think it is a very, very unfortunate thing, and I'm sure the people of Kerala will not be provoked by such forces, and they will peacefully and calmly answer these forces through a unity and resistance which was showed by the historic Women's Wall yesterday. There are lots of incidents of violence are being reported from several parts of the state. I'm sure the LDF government in Kerala, led by Comrade Pinarayi Vijayan, will deal with it in the most appropriate way. But our only message is to the people of Kerala all over India, your message of women's unity,
of social values, social reform values has gone all over India. These people are trying to wipe out that historic step that all of you have taken. We should not give them any opportunity to provoke us, and we have to cooperate with the LDF government in dealing with these forces. Thank you. വൃദ്ധക്കാരൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. നവോത്ഥാന മൂല്യങ്ങൾക്ക് വില നൽകാതെയുള്ള BJP കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കളുടെ നീക്കം വളരെ ദുഃഖകരമാണ്. അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ബൃന്ദക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള മറുപടി, അത് നടക്കില്ല എന്നതിനുള്ള മറുപടിയാണ് ഇന്നത്തെ 2 യുവതികൾ ശബരിമലയിൽ പ്രവേശനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നതെന്നും അവർ പ്രതികരിച്ചിരിക്കുകയാണ്. അവരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ബൃന്ദക്കാരൻ തിരുവനന്തപുരത്ത് വെച്ചാണ് പ്രതികരിച്ചിരിക്കുന്നത്. വീണ്ടും ഗീവർഗീസിലേക്ക് പോവുകയാണ്. ഗീവർഗീസ്, സന്നിധാനത്ത് നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? തുടർന്ന് പ്രിയ, രാവിലെയോടുകൂടിയാണ് യുവതികൾ പ്രവേശിച്ചതായി വാർത്തകൾ പറഞ്ഞത്. തുടർന്ന് 10:00 തന്നെ വിവരങ്ങൾ ആദ്യം തന്ത്രി ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതിനെ തുടർന്ന് കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രം പ്രതികരിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം. തുടർന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളും മറ്റംഗങ്ങളുമായി മേൽശാന്തിയുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ശുദ്ധികലശ പൂജയ്ക്കായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 1 മണിക്കൂർ നേരം 11:30 മുതൽ 12 വരെ നടയടച്ച് ശുദ്ധികലശ പൂജകൾ തുടർന്നാണ് എത്തുന്ന തീർത്ഥാടകർക്കായി ശബരിമല നട തുറന്നു കൊടുത്തത്, ദർശനത്തിനായി തുറന്നു കൊടുത്തത്. ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ അറിഞ്ഞതിന് ശേഷമാണ് ശുദ്ധികലശ പൂജ നടത്തിയെന്നാണ് തന്ത്രിയുടെ ആദ്യ പ്രതികരണം. എന്നാൽ ഇതുമായി ഈ തീരുമാനം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന രീതിയിലാണ് ബോർഡ് അംഗങ്ങൾ എന്തായാലും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്ത് തന്നെയാൽ ഇപ്പോൾ സ്ഥിതി സന്നിധാനത്ത് ശാന്തമാണ്. ഉച്ചപൂജയ്ക്ക് ശേഷം ശബരിമല നട അടച്ചിരിക്കുന്നു. ഇനി 3 മണിക്കാണ് നട തുറക്കുക. സ്ഥിതി ഇപ്പോൾ ശാന്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് നട തുറന്ന 2ാം ദിവസം തിങ്കളാഴ്ച 95,528 പേരാണ് ഇവിടെ സന്നിധാനത്ത് ദർശനം നടത്തിയത്. അതിനുശേഷം ഇന്നലെ മാത്രമായി 1,00,000-ലധികം പേർ ദർശനം നടത്തി. ഇന്നും തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. യുവതി പ്രവേശനം ഒന്നും തീർത്ഥാടകരുടെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. പൂർണ്ണമായ സുരക്ഷ എന്തായാലും പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രിയ ഗീവർഗീസ്, ഇന്ന് ധാരാളം ഭക്തരാണ് ദർശനത്തിനായി എത്തിക്കൊണ്ടിരുന്നത് ശബരിമലയിൽ. രാവിലെ ഈ യുവതികൾ പ്രവേശിക്കുമ്പോൾ അതേസമയം തന്നെ നിരവധി തീർത്ഥാടകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ അവിടെ ഉള്ളപ്പോഴാണ് തന്ത്രി ഇത്തരത്തിൽ നട അടച്ചിട്ട് ശുദ്ധിക്രിയ നടത്തിയത്. ഈ തീർത്ഥാടകരെ ഇത്തരത്തിലൊരു തന്ത്രിയുടെ നീക്കം എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ആഴ്ത്തിയത്? അവരുടെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു? തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ ഒരു സ്ത്രീ എന്നെ നമ്മളോട് പ്രതികരിച്ച് വളരെ വൈകാരികമായിട്ടായിരുന്നു. ഞങ്ങൾ അയ്യനെ കാണാൻ എത്തിയതാണ് എന്നാണ്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ അയ്യനെ കാണും, അയ്യപ്പനെ കാണും എന്നാണ് അവർ ആദ്യം നമ്മളോട് പ്രതികരിച്ചത്. നിലവിൽ ആദ്യം പുറത്തു വന്ന ന്യൂസ് വാർത്ത പ്രകാരം 3 ദിവസത്തേക്ക് നട അടയ്ക്കും. ശുദ്ധികലശ പൂജയ്ക്ക് ശേഷമായി പിന്നീട് ആലോചിച്ച് തുറക്കുമെന്ന രീതിയിലായിരുന്നു. പിന്നീട് 1 ദിവസമായി. പിന്നീടാണ് 1 മണിക്കൂർ നേരത്തേക്കാണ് പൂജയ്ക്കായി ശബരിമല നട അടയ്ക്കുന്നതെന്ന് വ്യക്തമായത്. ഈ സാഹചര്യത്തിൽ ഒരുപാട് ഭക്തരാണ് ആ സമയത്ത്, അതായത് നടയടച്ച് ശുദ്ധി പൂജ നടത്തുന്ന സമയത്ത് എത്തിയത്. ഇവർ ഒട്ടനവധി ആൾക്കാർ പിന്നീട് ഇവിടെ പമ്പയിലും തുടർന്ന് സന്നിധാനത്തും വരികളിൽ 1 മണിക്കൂറിൽ നിന്ന് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇത് ഭക്തരുടെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ തന്നെ ഉണ്ടായി. കാരണം അവർക്ക് ദർശനത്തിനായി അയ്യപ്പനെ കാണാൻ ദർശനത്തിനായി കാത്തു നിന്നവരെ പൊതുവെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് തന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത് ഭക്തരുടെ നല്ല രീതിയിൽ തന്നെ ഒരു പ്രതിഷേധത്തിന് കാരണമായി എന്ന് തന്നെ പറയാം. വ്യക്തമാണ്. സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങളാണ് ഗീവർഗീസ് നൽകിയത്. ഇടവേള. വിപ്ലവ നക്ഷത്രം സൈമൺ ബ്രിട്ടോയ്ക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. കൊച്ചിയിലെ വസതിയിൽ 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് മുഖ്യമന്ത്രിയും. വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, ഇപ്പോഴും പൊതുദർശനം തുടരുകയാണോ കൊച്ചിയിലെ സ്വവസതിയിൽ? പ്രിയ, സൈമൺ ബ്രിട്ടോയുടെ മൃതദേഹം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ 11 മണി വരെ കൊച്ചി വടതേരിന്റെ വസതിയിലായിരുന്നു പൊതുദർശനത്തിന് വെച്ച്. അതിനുശേഷമാണ് 11 മണിക്ക് ശേഷമാണ് ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. 3 മണി വരെ ഇവിടെ പൊതുദർശനം വയ്ക്കും. അതിനുശേഷമാണ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുക. രാവിലെ 7:00 തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായ E.P. ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, MP ജയരാജൻ അടക്കമുള്ളവരെല്ലാം തന്നെയും ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. കൂടാതെ ധനമന്ത്രി തോമസ് ഐസക്കും നടൻ മമ്മൂട്ടി അടക്കമുള്ളവരെല്ലാം തന്നെയും പ്രമുഖരെല്ലാം തന്നെയും
എത്തി അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. തോമസ് ഐസക് ഇത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കൂടാതെ നിരവധി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ മറ്റു നിരവധി പേരെല്ലാം തന്നെയും വീട്ടിലേക്ക് രാവിലെ 6 മണി മുതൽ തന്നെ വലിയൊരു പ്രവാഹമായിരുന്നു ഈ സൈമൺബ്രിട്ടോയുടെ വസതിയിലേക്ക് എത്തിയത്. ഇപ്പോഴും 100 കണക്കിന് പേരാണ് ഓരോ സമയത്തും ഈ യഥാർത്ഥ ടൗൺ ഹാളിലും വന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 3 മണിവരെ ഇവിടെ തുടരും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മൃതദേഹം സംസ്കരിക്കാതെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുകയാണ് ചെയ്യുന്നത്. മറ്റ് ഇന്ന് വീട്ടിൽ വസതിയിൽ വെച്ച് പോലീസ് അദ്ദേഹത്തിന്റെ ബഹുമതിയും നൽകിയിരുന്നു. കൂടാതെ മറ്റ് ചടങ്ങുകളൊന്നുമില്ല. നേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറുകയാണ്. എന്തായാലും ഓരോ സമയത്തും 100 കണക്കിന് പേരാണ് ഈ സൈമൺ ബ്രിട്ടോയ്ക്ക് അല്ലെങ്കിൽ വിപ്ലവ നക്ഷത്രത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ, സിബി, ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം എത്ര മണിവരെ ആയിരിക്കും ഇവിടെ പൊതുദർശനം തുടരുക? ഒപ്പം തന്നെ ഇന്ന് അതിനുശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? പ്രിയ, ഇന്ന് 3 മണിവരെയാണ് ഈ ടൗൺ ഹാളിൽ പ്രദർശനത്തിന് വയ്ക്കുക. അവിടെ 3 മണിവരെ വെച്ച ശേഷമായിരിക്കും അവിടെ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം അവർ വന്ന് ഏറ്റുവാങ്ങും. അതിനുശേഷം അദ്ദേഹത്തിന് അനുസ്മരിച്ചുകൊണ്ട് ഒരു അനുശോചന യോഗവും ഈ എറണാകുളം ടൗൺ ഹാളിൽ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ അനുശോചന യോഗത്തിൽ നിരവധി പേർ പങ്കെടുക്കും. അദ്ദേഹത്തിന്റെ സമകാലികരായ ആളുകൾ, അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കടക്കമുള്ള എല്ലാവരെയും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമുക്കറിയാം ഈ 1983 അദ്ദേഹം ഇത്തരത്തിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു കൊലക്കത്തിക്ക് ഇരയാകുകയും അദ്ദേഹം വീൽ ചെയറിലായിരുന്നു. അദ്ദേഹം അത് ഏകദേശം 3.5 പതിറ്റാണ്ടോളം അദ്ദേഹം ജീവിച്ചത്. പക്ഷെ ആ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയും രാഷ്ട്രീയത്തിലെല്ലാം തന്നെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ കൂടിയായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി അദ്ദേഹം 2006 മുതൽ 2011 വരെ നിയമസഭാ സാമാജികനായി എഴുത്തുകാരനും വാഗ്മിയുമായിരുന്നു അദ്ദേഹം. മരണം വരെയും അദ്ദേഹം ഒരു SFI പ്രവർത്തകനായിരുന്നു നമുക്ക് പറയാൻ കഴിയും. SFIയുടെ തന്നെ ഏറ്റവും പുതിയ തലമുറയുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ അടുത്തിടെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ നീതിരക്ഷസാക്ഷിത്വം വരിച്ച അഭിമന്യുവിന്റെ ഏറ്റവും അടുത്ത സൗഹൃദം എന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ അഭിമന്യു നിത്യ സന്ദർശകനായിരുന്നു. അങ്ങനെ എല്ലാം തന്നെയും ഇപ്പോഴത്തെ പുതിയ തലമുറയായിട്ട് പോലും അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്ന ഒരു ധീരസഹായമായിരുന്നു ഈ സൈമൺ ബ്രിട്ടോ. അഭിമന്യുവിന്റെ മാതാപിതാക്കളും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വട്ടവടയിൽ നിന്നും ഇവിടെ എത്തുകയും അഭിമന്യുവിന്റെ മാതാവ് കരഞ്ഞുകൊണ്ടാണ് ഈ സഖാവിന്റെ ഈ ശരീരത്തെ കണ്ടുകൊണ്ട് അവർ വന്നത്. ഇത്തരത്തിൽ തന്നെയും ഒരു വലിയ സുഹൃത്ത് വലയം അദ്ദേഹത്തിന് വീൽ ചെയർ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം മരണം വരെയും ഒരു ധീര സഖാവായി തന്നെ നിന്നുകൊണ്ട് ഒരു വിപ്ലവ നക്ഷത്രമായി ജ്വലിച്ചു നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹം കടന്നുപോയത്. അദ്ദേഹത്തിന്റെ ആകസ്മികമായ മരണമായിരുന്നു സംഭവിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അദ്ദേഹം മരിച്ചത്. തൃശ്ശൂരിൽ PW റെസ്റ്റ് ഹൗസിൽ അദ്ദേഹം എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ 25 തീയതി താമസിക്കുകയായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴും അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം പെട്ടെന്ന് ആകസ്മികമായി പോയി അദ്ദേഹത്തിന്റെ മരണം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അംഗീകരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമായിരുന്നു. ഈ കൊലക്കത്തിക്ക് ഇരയായിട്ട് പോലും അദ്ദേഹം അതിനെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ഈ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അതിന്റെ ശരീരത്തിന്റെ 80% പോലും പ്രവർത്തനരഹിതമായി നിന്നിട്ടും ബാക്കി 20% കൊണ്ട് അദ്ദേഹം ഈ കേരളം മുഴുവൻ കീഴടക്കിക്കൊണ്ട്, രാഷ്ട്രീയ കേരളത്തെ മുഴുവൻ കീഴടക്കിക്കൊണ്ട് അദ്ദേഹം നിയമസഭാ സാമാജികനായി മരണം വരെയും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. ആ ഒരു ധീരസഹമായ അല്ലെങ്കിൽ അക്രമ രാഷ്ട്രത്തിന്റെ ജീവിച്ചിരുന്ന രക്തസാക്ഷിയായ വിപ്ലവ നക്ഷത്രമാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. പ്രിയ, തീർച്ചയായും സൈമൺ ബ്രിട്ടോയുടെ മൃതദേഹം പൊതുദർശനത്തിന് ടൗൺ ഹാളിൽ വച്ചിരിക്കുകയാണ്. ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഒരുപാട് ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്വവസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. നിരവധി നേതാക്കളും ജനപ്രതിനിധികളും അദ്ദേഹത്തെ കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. വിവരങ്ങളാണ് സിബി നൽകിയത്. സൈമൺ ബ്രിട്ടോയുടെ വിയോഗത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ലെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. അസാമാന്യ പോരാളിയായിരുന്നു ബ്രിട്ടോ. പ്രതിസന്ധികൾക്കിടയിലും ജീവിതത്തെ എങ്ങനെ പ്രണയിക്കാമെന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചുവെന്നും മേഴ്സിക്കുട്ടിയമ്മ. ഒരു അസാധാരണ പോരാളിയായിരുന്നു. ഞങ്ങൾക്കെല്ലാം മാതൃകയായിട്ടുള്ള SFI പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ നേരിട്ട് അടുത്ത് കാണുന്നത് പാറ്റ്ന സമ്മേളനത്തിൽ വെച്ചാണ്. ഞങ്ങൾ പാറ്റ്ന സമ്മേളനത്തിന് ചെല്ലുമ്പോൾ ബ്രിട്ടോ അവിടെ ഞങ്ങളുടെ പ്രകടനത്തിന് മുന്നേ മലയാളത്തിൽ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോകുന്നു. അത്തരത്തിൽ അപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു ബ്രിട്ടോയെ. അങ്ങനെയാണ് അന്ന് പാറ്റ്നയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. അന്ന് ബ്രിട്ടോ ഇവിടുന്ന് അവിടെ ലോ കോളേജിൽ പഠിക്കുന്നൊരു ഘട്ടമാണ്.
പിന്നീടുള്ള അന്ന് തൊട്ടുള്ള തുടർച്ചയായിട്ടുള്ള ബന്ധം ഒരിക്കലും തളർന്നിട്ടില്ല. ധീരനായ പോരാളി, എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് എങ്ങനെ ജീവിതത്തെ സ്നേഹിക്കാം, എങ്ങനെ ജീവിതത്തോട് വല്ലാതെ പ്രണയിക്കാം എന്ന് പ്രതിബന്ധങ്ങളിടയിലും ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്ത മാതൃകാപരമായ പോരാളി. വല്ലാത്തൊരു നഷ്ടമാണ്, വാക്കുകളില്ല നഷ്ടത്തെ നേടി പറയാൻ. ഇപ്പോൾ എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയാണ്, അതിലേക്ക്. തുടങ്ങി വെച്ച നിരാഹാരത്തിന്റെ ഒരു സ്ഥിതി നമുക്കറിയാം. കേരളത്തിലെ ജനങ്ങൾ BJPയുടെ ഈ സമരത്തെ പിന്താങ്ങുന്നില്ല. അത് സുവ്യക്തമാണ്. അവർ തുടങ്ങിയ നിരാഹാരം നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കാണാൻ കഴിയും, ജനങ്ങൾക്കൊരു താല്പര്യമില്ലാത്ത അത്യന്തം പരിഹാസ്യമായ ഒരു സമരമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിയമം വഴിക്കുള്ള കാര്യങ്ങൾ, നിയമ സംവിധാനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിയമപരമായ പരിഹാര മാർഗങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. സുപ്രീം കോടതി വിധിയുമായി ഉയർന്നു വന്ന വിഷയങ്ങളാണ് ഇത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് കോടതി എടുക്കുന്ന സമീപനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുക എന്ന നിലപാട് സ്വീകരിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിജയരാഘവന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. കോടതി വിധി എന്താണോ അതനുസരിച്ച് വേണം കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. വനിതാ മതിൽ ലോക റെക്കോർഡിലേക്ക്. യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറം പ്രതിനിധി ഗിന്നസ് സുനിൽ ജോസഫാണ് പ്രഖ്യാപനം നടത്തിയത്. ഏറ്റവും കൂടുതൽ വനിതകൾ പങ്കെടുത്ത ദൂരമേറിയ പരിപാടിയാണ് വനിതാ മതിലെന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ പങ്കാളിത്തമായിരുന്നു കാണാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രമതിലായി മാറിയ വനിതാ മതിൽ ലോക റെക്കോർഡിലേക്കും സ്ഥാനം പിടിച്ചു. യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറം, അമേരിക്ക ബുക്സ് ഓഫ് റെക്കോർഡ്, ഒഫീഷ്യൽ ബുക്സ് ഓഫ് റെക്കോർഡ് എന്നീ 3 ഏജൻസികളാണ് പ്രഖ്യാപനം നടത്തിയത്. ഏറ്റവും കൂടുതൽ വനിതകൾ പങ്കെടുത്ത ദൂരമേറിയ പരിപാടിയാണ് വനിതാ മതിലെന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ പങ്കാളിത്തമായിരുന്നു കാണാൻ കഴിഞ്ഞതെന്നും പ്രഖ്യാപനം നടത്തിയ യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറം പ്രതിനിധി ഗിന്നസ് സുനിൽ ജോസഫ് പറഞ്ഞു. 3 റെക്കോർഡുകളാണ് പരിഗണിക്കപ്പെട്ടത്. ഒന്ന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം, അത് URF ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് ഓർഗനൈസേഷനാണ്. രണ്ടാമത് ABR അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു റെക്കോർഡ് ഓർഗനൈസേഷനാണ്. മൂന്നാമത് OWR ഒഫീഷ്യൽ വേൾഡ് റെക്കോർഡ്, ബാഴ്സലോണ സ്പെയിൻ സ്പാനിഷ് റെക്കോർഡാണ്. അങ്ങനെ 3 റെക്കോർഡാണ് ഇന്നിവിടെ ഔദ്യോഗികമായി കൊടുക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് ഒരു 50 lakhs എന്നാണ് ഒരു പ്രാഥമികമായി കിട്ടുന്ന വിവരം. 50 lakhs ഉണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി കിട്ടിയ ഒരു വിവരം. കൃത്യമായ വീഡിയോ നിരീക്ഷണത്തിലാണ് ഏജൻസികൾ പരിശോധന നടത്തിയത്. ഒരു സ്റ്റേറ്റ് കോർഡിനേറ്ററിന്റെ കീഴിൽ ജില്ലാ കോർഡിനേറ്റർ ഉൾപ്പെടെ 620 കിലോമീറ്ററിൽ 620 പ്രതിനിധികളാണ് പരിശോധന നടത്തിയത്. ഒരിടത്ത് പോലും വാഹന ഗതാഗതം തടസ്സമായില്ല. ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെയാണ് ചരിത്രത്തിന്റെ ഭാഗമായ വനിതാ മതിലിൽ പങ്കെടുക്കുവാൻ ജനങ്ങൾ ഒഴുകിയെത്തിയത്. സർക്കാർ ജീവനക്കാർ മുതൽ സാധാരണക്കാരായവർ വരെ ചരിത്രമതിലിന്റെ ഭാഗമായി മാറിയെന്നതും റെക്കോർഡിനായുള്ള പരിശോധനയിൽ പരിഗണിച്ചു. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്ത്രീ സമത്വത്തിന്റെ നവോത്ഥാന സന്ദേശവുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച വനിതാ മതിൽ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ചരിത്രം കുറിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 620 കിലോമീറ്റർ നീളത്തിൽ തീർത്ത മതിലിൽ അണിനിരന്നത് ലക്ഷങ്ങളാണ്. കാസർഗോഡ് മന്ത്രി KK ശൈലജ ആദ്യ കണ്ണിയായപ്പോൾ തിരുവനന്തപുരത്ത് ബൃന്ദ കാരട്ട് അവസാന കണ്ണിയായി. സ്ത്രീ സമത്വത്തിന്റെ നവോത്ഥാന സന്ദേശമുയർത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 620 കിലോമീറ്റർ മതിലുയർത്തി ലക്ഷങ്ങൾ അണിനിരുന്നപ്പോൾ കുറിക്കപ്പെട്ടത് പുതുചരിത്രം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നവോത്ഥാന സംരക്ഷണ സമിതി സംഘടിപ്പിച്ച മതിൽ കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണത്തിനുള്ള ആഹ്വാനമായി മാറി. 3:45 ട്രയലിന് ശേഷം 4 മണിക്ക് വനിതാ മതിൽ തീർത്തു. മതിലിൽ അണിനിരുന്ന ലക്ഷങ്ങൾ പ്രതിജ്ഞ ചൊല്ലി 4:15 വരെ തോളോട് തോൾ ചേർന്നു. പുതുവർഷ ദിനത്തിൽ നാം ഒത്തുചേരുകയാണ്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മതിലായി സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടനാ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുവാനായി കേരളത്തെ ഭ്രാന്താലയമാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന മുദ്രാവാക്യവുമായി നാം ഇവിടെ അണിചേരുകയാണ്. കാസർഗോഡ് ആദ്യ കണ്ണിയായത് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറാണ്. CPM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് തിരുവനന്തപുരത്ത് അവസാന കണ്ണിയുമായി. മുഖ്യമന്ത്രിയും ബൃന്ദ കാരാട്ടും CPI നേതാവ് ആനി രാജയും മതിലിന് മുൻപ് അയ്യങ്കാളി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി. സവർണാധിപത്യത്തിനെതിരെയുള്ള മുന്നേറ്റമാണ് വനിതാ മതിലെന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു. ജാതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനും മനുസ്മൃതിയിലേക്ക് മടങ്ങാനുമാണ് BJPയും RSSും കരുക്കൾ നീക്കുന്നത്. കേരളത്തിൽ പ്രതിപക്ഷം BJPയുടെ ശബ്ദമായി മാറുകയാണെന്നും
ബൃന്ദ കാരാട്ട് പറഞ്ഞു. The Congress party, the main opposition in Kerala, what are they doing? What is their role? In the morning, they speak the voice of the RSS. In the evening, they speak the voice of the Muslim League. I don't know what is the anchor, on which boat they are sailing, but we can only say a boat which has no anchor has no future. We are here to defend the rights of women of Kerala, the rights of women of India. We are here to take forward the legacy of our great social reformers who sacrificed so much for us. This wall that we have built today, we are small bricks in that wall. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമെതിരെ വെല്ലുവിളികൾ ഉയരുകയാണെന്ന് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി കൺവീനർ പുന്നല ശ്രീകുമാർ പറഞ്ഞു. ജനാധിപത്യ സർക്കാരിന്റെ മുഖം ജാതി പറഞ്ഞ് തകർക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലിംഗസമത്വത്തിനു വേണ്ടി വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വിധി പ്രസ്താവം വന്നിട്ട് പോലും യാഥാസ്ഥിതികത്വത്തിന്റെ പുറ്റുപിടിച്ച മനസ്സുകൾ ഇന്ന് തെരുവിൽ നിന്ന് പുലഭ്യം പറയുകയാണ്. ജനാധിപത്യത്തിന്റെ ഒരു ഭരണഘടനാപരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ മുഖങ്ങളെയും കരങ്ങളെയും ജാതിയുടെ പേരിൽ മുദ്രകുത്തി പ്രതിരോധത്തിൽ ഏർപ്പെടുത്തുന്ന ഭീതിതമായൊരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. പ്രധാന കേന്ദ്രങ്ങളിൽ നടന്ന സമ്മേളനങ്ങളിൽ മന്ത്രിമാർ, മഹിളാ നേതാക്കൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കായിക, സാമുദായിക മേഖലകളിലുള്ളവർ തുടങ്ങിയവർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സംഘടിപ്പിച്ച വനിതാ മതിൽ വിസ്മയിപ്പിക്കുന്ന പങ്കാളിത്തം കൊണ്ട് ചരിത്ര സംഭവമാക്കിയ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം ചെയ്തു. നവോത്ഥാന മൂല്യങ്ങളും സ്ത്രീകൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളും നിഷേധിക്കാൻ സംഘടിതമായി ശ്രമിക്കുന്ന യാഥാസ്ഥിതിക വർഗീയ ശക്തികൾക്ക് താക്കീതാണ് വനിതാ മതിലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വനിതാ മതിൽ വൻ വിജയമായപ്പോഴാണ് RSSകാർ പരക്കെ അക്രമം അഴിച്ചുവിട്ടതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പുരുഷാധിപത്യത്തിന്റെ കാൽക്കീഴിൽ കഴിയേണ്ടവരെ സ്ത്രീകളെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വനിതകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതിലിൽ അണിനിരുന്നതെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദനും ചൂണ്ടിക്കാട്ടി. വനിതാ മതിൽ സമാനതകളില്ലാത്ത സ്ത്രീ മുന്നേറ്റമാക്കുന്നതിന് പിന്തുണ നൽകിയ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. സ്ത്രീകൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാനും ലിംഗനീതി നിഷേധിക്കാനുള്ള കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാനും സ്ത്രീകൾ നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുന്നേറ്റമായി വനിതാ മതിൽ മാറി. കേരളത്തിലെ സ്ത്രീ സമൂഹം പുരോഗമന ചിന്തയ്ക്കൊപ്പമാണ് എന്നതിന്റെ മഹാവിളംബരമായി വനിതാ മതിൽ മാറിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളത്തിലെ സ്ത്രീ സമൂഹം ഒന്നാകെ മതിലിനൊപ്പം അണിനിരന്നു. എതിർപ്പുകളെയും അപവാദ പ്രചരണങ്ങളെയും അവഗണിച്ച് വനിതാ മതിലിൽ അണിചേർന്ന സ്ത്രീ സമൂഹം കേരളത്തിന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിയിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണങ്ങളെ ചെറുക്കുന്നതിനും സംഘടിപ്പിച്ച വനിതാ മതിൽ വൻ വിജയമാക്കിയ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ആകെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഭിവാദ്യം ചെയ്തു. വനിതാ മതിൽ എന്ന ആശയം മുന്നോട്ട് വച്ചപ്പോൾ തന്നെ അതിനെ പൊളിക്കാൻ തുടർച്ചയായി നടത്തിയ എല്ലാ നുണപ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞാണ് കേരളത്തിലെ സ്ത്രീകൾ മതിലിന്റെ ഭാഗമായത്. വനിതാ മതിൽ വൻ വിജയമായപ്പോഴാണ് RSSകാർ പരക്കെ അക്രമം അഴിച്ചുവിട്ടതെന്നും കോടിയേരി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ ചേറ്റുകുണ്ടിലും കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി തലായിലുമാണ് മതിലിന്റെ ഭാഗമായ സ്ത്രീകളെ RSSകാർ ആക്രമിച്ചത്. ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ശൈലിയാണ് ഈ അക്രമത്തിലൂടെയും തുറന്നു കാട്ടപ്പെട്ടതെന്നും കോടിയേരി പറഞ്ഞു. വനിതാ മതിൽ ചരിത്രപ്രധാനമായ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞുവെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ പറഞ്ഞു. പുരുഷാധിപത്യത്തിന്റെ കാൽക്കീഴിൽ കഴിയേണ്ടവരല്ല സ്ത്രീകളെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വനിതകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതിലിൽ അണിനിരന്നത്. സാമൂഹ്യ വ്യവഹാരങ്ങളിൽ പുരുഷനോടൊപ്പം സ്ത്രീയും തുല്യ പ്രാധാന്യത്തോടെ രംഗത്തുണ്ടാവുന്നില്ലെങ്കിൽ ആ സമൂഹം ഉൽപാദനപരമല്ല. പക്ഷേ ആ വിധത്തിൽ സ്ത്രീശക്തിയെ തുറന്നുവിടാൻ പുരുഷാധിപത്യ മനോഭാവം ഒരുക്കമല്ല. ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് മതിലായി രൂപപ്പെട്ടതെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹിന്ദി ഹൃദയഭൂമിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന വസ്തുത സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിൽ രാമക്ഷേത്രത്തിനുള്ള ഓർഡിനൻസ് സാധ്യത മോദി തള്ളിയില്ല. ശബരിമല വിഷയം ആചാര സംരക്ഷണമാണെന്നും അതേസമയം മുത്തലാഖ് ലിംഗസമത്വമാണെന്നുമായിരുന്നു മോദിയുടെ വാദം. എന്നാൽ അഭിമുഖത്തിലൂടെ സ്വയം സംതൃപ്തി കണ്ടെത്തുകയാണ് മോദി ചെയ്തതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഹിന്ദി ഹൃദയഭൂമിയിൽ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്നും മിസോറാമിലും തെലങ്കാനയിലും BJPക്ക് അവസരമില്ലെന്ന് ആദ്യമേ ബോധ്യമുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീം കോടതി വിധിക്ക് മുമ്പ് അയോധ്യ വിഷയത്തിൽ ഓർഡിനൻസ് ഇറക്കില്ലെന്ന് പറഞ്ഞ മോദി ഓർഡിനൻസിന്റെ സാധ്യത തള്ളിയിട്ടില്ല. കേസ് വായിക്കുന്നത് കോൺഗ്രസ് അഭിഭാഷകരാണെന്നും അയോധ്യ പ്രശ്ന പരിഹാരം ഭരണഘടനയുടെ പരിധി നിന്നുകൊണ്ട് നടപ്പിലാക്കുമെന്നും മോദി പറഞ്ഞു.
നോട്ട് നിരോധനത്തെ ന്യായീകരിച്ച മോദി കള്ളപ്പണം കയ്യിലുണ്ടെങ്കിൽ നിക്ഷേപിക്കുക, പിഴയടയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം ശബരിമല വിഷയം ആചാരവുമായി ബന്ധപ്പെട്ടതാണെന്നും ഇന്ദു മൽഹോത്രയുടെ വിധിന്യായം ചർച്ച ചെയ്യണമെന്നും അഭിമുഖത്തിൽ വ്യക്തമാക്കിയ മോദി മുത്തലാഖ് വിഷയത്തിലെ ഓർഡിനൻസ് സാമൂഹിക നീതിയും ലിംഗസമത്വവും ഉദ്ദേശിച്ച് ഏർപ്പെടുത്തിയാണെന്നുള്ള വാദം മുന്നോട്ട് വെച്ചു. ഊർജിത് പട്ടേൽ രാജിവെച്ചത് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടല്ല, രാജ്യസന്നദ്ധത 7 മാസം മുമ്പ് ഊർജിത് പട്ടേൽ തന്നെ അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു മോദിയുടെ വാദം. മിന്നലാക്രമണത്തെക്കുറിച്ചും മോദി പ്രതികരിച്ചു. മിന്നലാക്രമണത്തിലുള്ള തീരുമാനം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. സൈനികരുടെ സുരക്ഷയിൽ ആശങ്ക ഉണ്ടായിരുന്നുവെന്നും മിന്നലാക്രമണത്തെ പ്രതിപക്ഷവും ചോദ്യം ചെയ്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലിംഗസമത്വവും സാമൂഹ്യ നീതിയുമാണ് മുത്തലാഖിൽ ലക്ഷ്യവെക്കുന്നതായിരുന്നു മോദിയുടെ ന്യായീകരണം. 2019 ഇതുവരെ വരുത്തിവെച്ച മണ്ടത്തരങ്ങൾ സമ്മതിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. മോദിയും മോദിയുടെ നുണകളും രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടന തകർത്തുവെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. We expected that in 2019 you will at least express regrets for the blunders of policy that you have committed, but you have only peddled lies. Modi ji, your eyes and lies have destroyed India's societal fabric and India's economy. ന്യൂസ് ബ്യൂറോ, ദില്ലി. വനിതാ മതിലിന്റെ ഭാഗമായി പ്രകടനത്തിൽ പങ്കെടുത്ത അമ്മയുടെയും കുഞ്ഞിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നു. പ്രകടനത്തിൽ അണിനിരുന്ന ഈ അമ്മയുടെ മുദ്രാവാക്യങ്ങൾ ആവേശത്തോടെയാണ് പെൺകുട്ടികൾ ഏറ്റുവിളിച്ചത്. 6 മാസം പ്രായമുള്ള കുഞ്ഞുമായാണ് മഞ്ചേരി സ്വദേശിനിയായ ആതിര നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി തീർത്ത വനിതാ മതിലിൽ പങ്കാളിയായത്. വെറും പങ്കാളിത്തം മാത്രമായിരുന്നില്ല ആതിരയുടെ സാന്നിധ്യം. മകനെ ചേർത്ത് പിടിച്ച് കൈകൾ ചുരുട്ടി മുദ്രാവാക്യം വിളികളുമായി നഗരവീഥികളിലൂടെ നടന്നു നീങ്ങിയപ്പോഴും ഏവരുടെയും കണ്ണും മനസ്സും ഇവർക്കൊപ്പമായിരുന്നു. ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമാണ് ആതിര. വനിതാ മതിലിനെ പിന്തുണയ്ക്കുന്നവർക്കിടയിൽ ഇതിനോടകം തന്നെ ആവേശമായി മാറിക്കഴിഞ്ഞു ആതിരയുടെ വനിതാ മതിലിലെ പങ്കാളിത്തം. SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിരുന്നു ആതിര. വിവിധ സംഘടനകളുടെ പിന്തുണയോടെ അണിനിരുന്ന വനിതാ മതിലിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് അണിചേർന്നത്. ന്യൂസ് ഡെസ്ക്. വളാഞ്ചേരി നഗരസഭ അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞ ലീഗ് നേതാവ് M ഷാഹിന വനിതാ മതിലിൽ പങ്കാളിയായത് മലപ്പുറത്തെ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞെട്ടിച്ചു. ട്രാൻസ്ജെൻഡർ റിയയും മഹാരാഷ്ട്ര സ്വദേശിയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ മറിയം ധവളയും മലപ്പുറത്തിന് ആവേശമായി. UDF-ലെയും മുസ്ലിം ലീഗിലെയും ഭിന്നതയെ തുടർന്നാണ് ഷാഹിന വളാഞ്ചേരി നഗരസഭാധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത്. വനിതാ മതിലിൽ അണിചേരാൻ ഷാഹിന എത്തിയത് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞെട്ടിച്ചു. മന്ത്രി KT ജലീലിന്റെ ഭാര്യ ഫാത്തിമക്കുട്ടിയോടൊപ്പമാണ് ഷാഹിന വനിതാ മതിലിൽ അണിചേരാനെത്തിയത്. മലപ്പുറത്തെ യാഥാസ്ഥികരെ ഞെട്ടിച്ച് ഭിന്നലിംഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം കൊണ്ട് പോരാടുന്ന റിയയും മഹാമതിലിൽ അണിചേർന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മറിയം ധവള നവോത്ഥാന സമരപോരാളികൾക്ക് പുതിയ ആവേശമായി. Kerala, rise as one human being. Every caste, every community, every section of the people, they forgot what religion they belonged to, what caste they belonged to. What was them was the most primary factor was to save Kerala, to save the people of Kerala. ചരിത്രത്തിൽ മുൻ മാതൃകകളില്ലാത്ത വനിതാ മതിൽ പുതിയ പോരാട്ടത്തിന് ഊർജം പകർന്നാണ് അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കേരളത്തിൽ നടന്ന വനിതാ മതിലിന് ഐക്യദാർഢ്യം അറിയിച്ച് മുംബൈയിൽ സംഘടിപ്പിച്ച വനിതാ ചങ്ങലയിൽ സജീവ പങ്കാളിത്തം. ദാദറിലെ ചൈത്യഭൂമിയിൽ മലയാളികളെ കൂടാതെ ഇതര ഭാഷക്കാരടങ്ങുന്ന ആയിരങ്ങൾ അണിനിരന്നു. ദാദർ വെസ്റ്റിലെ ചൈത്യഭൂമിയിലെ അശോക സ്തംഭത്തിനടുത്ത് നിന്ന് SVS റോഡിലേക്കും അവിടെ നിന്ന് ശിവാജി പാർക്കിന്റെ ദിശയിൽ വനിതാ ചങ്ങലയ്ക്കായി 100 കണക്കിന് ആളുകളാണ് അണിനിരന്നത്. മലയാളികളും ഇതര ഭാഷക്കാരും ചേർന്ന് രൂപീകരിച്ച വുമൺ വാൾ സോളിഡാരിറ്റി ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് വനിതാ ചങ്ങല സംഘടിപ്പിച്ചത്. പ്രസിദ്ധ മറാത്തി എഴുത്തുകാരി പ്രജ്ഞാ ദയാൽ പവാർ ചെയർപേഴ്സണായ കമ്മിറ്റിയാണ് ഏകോപനം നിർവഹിച്ചത്. आज केरल में जो 30 लाख से भी ज़्यादा महिलाएं वहां विमेन वॉल बनाने जा रही हैं, उनके समर्थन में हम मुंबई इलाके की सारी प्रोग्रेसिव महिलाएं यहाँ इकट्ठा हो चुके उनके सपोर्ट में. और जो भी कुछ देश में हो रहा है
तो उससे भी हम निषेध करते हैं और ये जो हमारी मूवमेंट की ताकत है उसे और आगे बढ़ाना चाहते हैं. കേരളത്തിലെന്ന പോലെ മുംബൈയിലും മലയാളി സമൂഹത്തിന് നഷ്ടമാകുന്ന നവോത്ഥാന മൂല്യങ്ങൾ തിരിച്ചുപിടിക്കാനും സ്ത്രീകളുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാനും വനിതാ ചങ്ങലയിലൂടെ സാധിക്കുമെന്ന് കൺവീനർ രുക്മിണി സാഗർ പറഞ്ഞു. IIT മുംബൈ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, മുംബൈ സർവകലാശാല എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും വനിതാ ചങ്ങലയിൽ പങ്കാളികളായി. ശക്തമായി പോരാടി നേടിയ നമ്മുടെ അവകാശത്തിന്റെ അതുപോലെയുള്ള ഈ നൂറ്റാണ്ടിന്റെ ഇതിൽ ഭാഗമാകാൻ സാധിക്കുന്നതിൽ അഭിമാനം. സ്ത്രീകൾ അശുദ്ധരല്ല, അധമരുമല്ല എന്ന മുദ്രാവാക്യവുമായാണ് മുംബൈയിലെ ഐക്യദാർഢ്യ പരിപാടി അരങ്ങേറിയത്. നവോത്ഥാന മൂല്യങ്ങളെ മുറുകെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരത്തിലെ തിരക്ക് പിടിച്ച ജീവിതശൈലിയിലും വനിതാ മതിലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെല്ലാം അണിനിരുന്നത്. നഗരത്തിലെ നിരവധി പ്രമുഖ എഴുത്തുകാരും സംഘടനാ നേതാക്കളും അധ്യാപകരും കലാകാരികളും വനിതാ ചങ്ങലയിൽ അണിനിരന്നപ്പോൾ വിപ്ലവകാരികളുടെ മണ്ണായ മഹാരാഷ്ട്ര മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ.